സ്ത്രീകളായാൽ അടങ്ങിയൊതുങ്ങി മൂലയ്ക്കിരിക്കണമെന്ന പഴഞ്ചൻ ചിന്താഗതി തന്നെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും. കാലത്തിനൊത്ത് സ്ത്രീകൾ പുരോഗമിച്ചിട്ടും നിതീഷിന്റെ ചിന്തകൾക്ക് പുരോഗതിയില്ല. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന മട്ടിലാണ് കഴിഞ്ഞ ദിവസം ബീഹാർ നിയമസഭയിൽ നിതീഷ് പെരുമാറിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അരിശം പൂണ്ട നിതീഷ് കുമാർ ആ ദേഷ്യം അത്രയും കാട്ടിയത് RJD MLAയും പട്ടികജാതി വിഭാഗം നേതാവുമായ രേഖ പാസ്വാനോടാണ്. നിങ്ങളൊരു സ്ത്രീ മാത്രമല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് നിതീഷ് രേഖയോട് പൊട്ടിത്തെറിച്ചത്. നിയമസഭയിൽ സംവരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു നിതീഷ് കുമാർ. ബീഹാറിന്റെ പ്രത്യേക പദവിയും സംവരണവും ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യമുയർത്തി. ഇതോടെ നിതീഷിന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. ഇതിനിടയിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ രേഖ പാസ്വാൻ നിതീഷിനെ തടസ്സപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിച്ചു. ഇതോടെ നിതീഷ് രേഖയ്ക്ക് നേരെ പൊട്ടിത്തെറിച്ചു. വെറും ഒരു പെണ്ണല്ലേ, നിനക്ക് എന്തറിയാനാണെന്ന മട്ടിലാണ് നിതീഷ് രേഖയോട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ അധികാരമേറ്റ ശേഷമാണ് ബീഹാറിൽ സ്ത്രീകൾക്ക് അർഹതപ്പെട്ടത് കിട്ടിത്തുടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നും നിതീഷ് ചോദിച്ചു. ഇത് സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധത്തിനിടയാക്കി. പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് മുദ്രാവാക്യം വിളികൾ ഉയർന്നു. എന്നാൽ നിതീഷ് വിട്ടില്ല. രേഖയെ നോക്കി ഇവളിപ്പോൾ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയെന്നറിയാമോ, RJDക്കാരുടെ കൂടെ കൂടിയാണ് ഇവൾ ഇത്രയും ദൂരമെങ്കിലും എത്തിയത്. എന്നാൽ RJDക്കാർ എപ്പോഴെങ്കിലും സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചതായി കേട്ടിട്ടുണ്ടോ എന്നും നിതീഷ് പറഞ്ഞു വെച്ചു. എന്നിട്ട് SC ST OBC തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉയർത്തുന്നതിലേക്ക് നയിച്ച ജാതി സർവേക്ക് താൻ മുൻകൈയെടുത്തതും സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി തന്റെ സർക്കാർ ചെയ്ത കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി നിതീഷ് കുമാർ തന്റെ പ്രസംഗം തുടർന്നു. എന്നാൽ RJD നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും പ്രതിപക്ഷവും നിതീഷ് കുമാറിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്ത്രീകൾക്കെതിരെ നിരന്തരം അനുചിതമായും അനാവശ്യമായും അപരിഷ്കൃതമായും തരം താഴ്ന്ന രീതിയിലും മോശമായും സംസാരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ശീലമായി മാറിയെന്ന് തേജസ്വി യാദവ് ചൂണ്ടിക്കാട്ടി. ദിവസങ്ങൾക്ക് മുമ്പ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള BJP വനിതാ MLAയുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിതീഷ് മോശം പരാമർശം നടത്തിയിരുന്നു. 2 തവണ MLA ആയ പട്ടികജാതിക്കാരിയായ രേഖ പാസ്വാനെ കുറിച്ചാണ് ഇന്ന് അതേ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നതെന്നും തേജസ്വി ചൂണ്ടിക്കാട്ടി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയും വ്യാഖ്യാതാവുമായി നിതീഷ് കുമാർ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹത്തിനല്ലാതെ ആർക്കും ഒന്നും അറിയില്ലെന്നും തേജസ്വി പരിഹസിച്ചു. എന്നാൽ നിതീഷ് കുമാറിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അദ്ദേഹത്തെ അനാവശ്യമായി വേട്ടയാടുകയാണെന്നാണ് നിതീഷിന്റെ അനുയായികളുടെ മറുവാദം.